ഹായ് നോക്കിമാരെ, എല്ലാവരും ലഞ്ച് കഴിച്ചോ? ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാണേ. ഇപ്പൊ സമയം 2:15 കഴിഞ്ഞു കേട്ടോ. വാ, നിങ്ങളെല്ലാം കഴിച്ചു കാണുമെന്ന് എനിക്കറിയാം. വാ, ഞങ്ങളുടെ ലഞ്ച് എന്താണെന്ന് നോക്കാം. ഇന്നൊരു സ്പെഷ്യലുണ്ട് കേട്ടോ. ഇന്ന് മോളൊക്കെ വന്നതല്ലേ, ഞാൻ ഒരു സ്പെഷ്യൽ മേടിച്ചിട്ടുണ്ട്. എന്താണെന്ന് കാണണ്ടേ? വാ, ചോറെടുക്കാൻ പോവാണേ. എന്താ ചോറ്, ഇത് ഇന്നലത്തെ മീൻകറിയാണ്, വറ്റിച്ചെടുത്തിട്ടുണ്ട്. പണ്ടേ മീനൊന്നും വയ്ക്കാൻ സമയമില്ലാതെ വരുമ്പോൾ തലേദിവസം മീൻകറി ഇതേപോണം ഞാൻ വറ്റിച്ച് ഡ്യൂട്ടിക്ക് എടുത്തോണ്ട് പോകും. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അന്നേരം നമുക്ക് കറിയൊന്നും വെക്കാൻ ചിലപ്പോൾ സമയം കിട്ടത്തില്ലല്ലോ. അപ്പോൾ തലേദിവസം മീൻ ഇതേപോണം വറ്റിച്ച് ഞാൻ വറ്റിച്ചപ്പോഴുന്നത് ഓർത്ത്. പിന്നെ ഇതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. എന്താണെന്ന് കാണണ്ടേ? കണ്ടടേ, എന്താണെന്ന് മനസ്സിലായോ? ഞണ്ട് ക്രാബ് തോരൻ. അത് പ്രത്യേകം എടുക്കുക. അതിൻ്റെ ഷെല്ലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ ഷെല്ലൊക്കെ അതിൽ കണ്ടിട്ട് കൊതിയായി അല്ലേ? നമുക്കും കണ്ടിട്ട് കൊതിയായി. ഒരുപാട് നാളായി ക്രാബ് മേടിച്ചിട്ട് കേട്ടോ. പിന്നെ എന്താണ്, ഇത് ഇന്നലത്തെയാണ് കേട്ടോ, അവിയൽ. ഞാൻ ക്രാബ് മാത്രമേ വെച്ചോളൂ. പ്രത്യേകിച്ച് ഇളയാൾ വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഒരുപാട് കറിയൊന്നും ഇഷ്ടമില്ല. മൂത്തയാൾക്കാണെങ്കിൽ കറിയൊക്കെ ഇഷ്ടമാണ്. ഇളയാൾക്ക് 1-2 കറി, അതിൽ കൂടുതൽ വെച്ചാൽ അവൾ പറയും, ഉടനെ പറയും മമ്മി മതി 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 എന്ന് പറയും. നമുക്ക് ഇച്ചിരി കറിയൊക്കെ വെക്കുന്നത് ഇഷ്ടം കേട്ടോ. ഇതും ഇന്നലത്തെ കൂമ്പ് തോരനാണേ. രസമൊക്കെ കുടിക്കാനല്ലേ വേണ്ടേ? രസം അവൾക്ക് രസം കട്ടിക്കും ഇഷ്ടമില്ല. അത് തെളി, അത് കുടിക്കാനാണ്, അവസാനം കുടിക്കാനാണ് അവൾക്ക് ഇഷ്ടം. അപ്പം രസം കണ്ട. ഇന്നത്തെ എൻ്റെ ലഞ്ച് എന്താണെന്ന് കണ്ട. ചോറ്, ഇന്നലത്തെ വറ്റിച്ച മീൻകറി, അവിയൽ, കൂമ്പ് തോരന്, ഉഴുന്ന് പരിപ്പിട്ട കൂമ്പ് തോരന്. ദിസ് ഈസ് ഹൈലൈറ്റ്, ക്രാബ് തോരൻ. അടിപൊളിയായിട്ടല്ലേ? ഇത് സ്പെഷ്യലാണ്. ഇന്ന് മോള് വന്നതുകൊണ്ട് പപ്പ മേടിച്ചു വെച്ചിരുന്നതാണ്. ഇന്ന് മോള് വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് മേടിച്ചു വെച്ചിരുന്നതാണ്. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ. എല്ലാവരും പോയി ചോറ് കഴിച്ചോളൂ. ഞാനേ ചോറിന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട്. ഒരുപാട് നാളായല്ല ക്രാബ് കഴിച്ചിട്ട്. ആദ്യം ക്രാബിൻ്റെ തന്നെ ഒരിച്ചിരി എടുത്ത് വെച്ച് അതിൻ്റെ തോരൻ്റെ എല്ലാം കൂടെ വെച്ച് കഴിച്ചു നോക്കട്ടെ. ഇച്ചിരി ക്രാബ് ആദ്യം വായിക്കൂടെ വെള്ളം വരുന്നത്. ക്രാബ് ഒരുപാട് നാളായില്ലേ കഴിച്ചിട്ട്. സൂപ്പർ ക്രാബ് കേട്ടോ, അടിപൊളിയാണ്. ചോറോടെ അതിൻ്റെ കൂടെ കഴിച്ചു കൊടുത്തു. അടിപൊളിയാ. അതിലാണ് കുരുമുളകിൻ്റെയും മസാലയുടെയും വെളുത്തുള്ളിയുടെയും ചുക്കിൻ്റെ എല്ലാം കൂടെ ഒരു നല്ല ഫ്ലേവർ. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇതാണ് വെച്ച് നോക്കണം എന്തായാലും. ഓക്കെ, ടാറ്റ, ബൈ ബൈ.